നമസ്കാരം, ഇത് ദ ഇന്ത്യൻ. പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടി നൽകിയെങ്കിലും ഓപ്പറേഷൻ സിന്ദൂറിന്റെ രണ്ടാം ഘട്ടം ഉണ്ടാകുമെന്ന സൂചന കേന്ദ്ര സർക്കാർ നൽകിയിരുന്നു. പാകിസ്ഥാൻ വീണ്ടും പ്രകോപനമായി എത്തിയാൽ എല്ലാം തകർത്ത് തരിപ്പണമാക്കുമെന്ന മുന്നറിയിപ്പാണ് ഇന്ത്യ നൽകിയത്. അതിനായി കര, വ്യോമ, നാവികസേനകൾ സർവ്വസജ്ജവുമാണ്. 380 കിലോമീറ്റർ ദൂരപരിധിയിൽ തിരിച്ചടി നൽകാവുന്ന ബോംബറുകൾ, യുദ്ധവിമാനങ്ങൾ, മിസൈലുകൾ, ഡ്രോണുകൾ എന്നിവ കണ്ടെത്തി നശിപ്പിക്കാൻ കഴിയുന്ന റഷ്യൻ നിർമ്മിത S-400 സർഫസ് ടു എയർ മിസൈൽ പ്രതിരോധ സംവിധാനം, ഇസ്രായേൽ നിർമ്മിത ബരാക് 2 മീഡിയം റേഞ്ച് സർഫസ് ടു എയർ മിസൈൽ സംവിധാനം, തദ്ദേശീയമായി നിർമ്മിച്ച ആകാശ് വ്യോമ പ്രതിരോധ മിസൈൽ സംവിധാനം, ഇസ്രായേൽ നിർമ്മിത ലോ ലെവൽ സ്പൈഡർ ക്വിക്ക് റിയാക്ഷൻ ആന്റി എയർക്രാഫ്റ്റ് മിസൈലുകൾ എന്നിവ അതിർത്തിയിൽ നിറഞ്ഞു കഴിഞ്ഞു. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും വ്യോമാക്രമണം ഉണ്ടായാൽ തടയാൻ വിവിധ തലങ്ങളിലുള്ള വ്യോമ പ്രതിരോധ മേഖലയും സജീവമാക്കിയിട്ടുണ്ട്. നാവികസേന അറബിക്കടലിൽ യുദ്ധക്കപ്പലുകൾ വിന്യസിച്ചു. അതിർത്തിയിലെ കരസേനാ യൂണിറ്റുകളും ഏത് അടിയന്തര സാഹചര്യത്തിൽ നേരിടാൻ സജ്ജമാണ്. വ്യോമസേന യുദ്ധവിമാനങ്ങളും അതിർത്തിയിൽ വ്യോമ പെട്രോളിംഗിൽ സജീവമാണ്. ലാഹോറിൽ വൻ പടയൊരുക്കം പാകിസ്ഥാൻ നടത്തുന്നതായി രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിനെ അതിന്റെ ഗൗരവത്തിലെടുക്കുകയാണ് ഇന്ത്യ. രാജ്യത്തിന്റെ ആണവായുധ ശേഖരം കൈകാര്യം ചെയ്യുന്ന ട്രൈ സർവീസ് സ്ട്രാറ്റജിക് ഫോഴ്സ് കമാൻഡിനും അതീവ ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിലവിൽ ഇന്ത്യയുടെ കൈവശം ഇരിക്കുന്നത് ഏറ്റവും ശക്തനായ 4.5 തലമുറ യുദ്ധവിമാനമായ റഫാലാണ്. ഇന്ത്യൻ വ്യോമസേനയുടെ ആയുധപുരയിലെ പ്രഗത്ഭൻ. ഈ റഫാലുകളിൽ മെറ്റ്യൂർ ബിയോണ്ട് വിഷ്വൽ റേഞ്ച് മിസൈൽ, നൂതന ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ടുകൾ, റഡാർ, ആശയവിനിമയ സംവിധാനങ്ങൾ ഉൾപ്പെടെ 13 മെച്ചപ്പെടുത്തലുകൾ കൂടി വരുന്നു. കൂടാതെ റഫാലിനെ വ്യത്യസ്തനാക്കുന്നത് തേൽസ് RBE-2 AESA റഡാറും സ്റ്റെൽത്ത് കഴിവുകളും സാഹചര്യ അവബോധവും അതിജീവനവുമാണ്. ഇവയ്ക്ക് പുറമെ ഓപ്പറേഷൻ സിന്ദൂറിൽ പ്രയോഗിച്ച സ്കാൽപ് ക്രൂയിസ് മിസൈൽ, ഹാമർ ബോംബ് തുടങ്ങി വഹിക്കാനുള്ള കഴിവും റഫേലിനുണ്ട്. ഇത്തരം ആയുധങ്ങൾ വഹിക്കുന്നതിനൊപ്പം കൃത്യമായ ആഴത്തിലുള്ളതുമായ ആക്രമണങ്ങൾക്കും റഫേൽ മികച്ച യുദ്ധവിമാനം തന്നെയാണ്. സ്റ്റോം ഷാഡോ എന്നറിയപ്പെടുന്ന സ്കാൽപ് ദീർഘദൂരത്തിലുള്ള ആക്രമണങ്ങൾക്കായി ഉപയോഗിക്കുന്നതാണ്. സ്റ്റെൽത്ത് സവിശേഷതകൾക്ക് പേരുകെട്ട ഇവ വായുവിൽ നിന്നും വിക്ഷേപിക്കുന്ന ക്രൂയിസ് മിസൈലുകളാണ്. ഹാമർ എല്ലാ കാലാവസ്ഥയിലും ഉപയോഗിക്കാൻ സാധിക്കുകയും വായുവിൽ നിന്ന് ഭൂമിയിലേക്ക് തൊടുക്കാൻ സാധിക്കുന്ന പ്രിസിഷൻ ഗൈഡഡ് ആയുധവുമാണ്. പാകിസ്ഥാന്റെ ഏതു തരത്തിലുള്ള പ്രത്യാക്രമണത്തിനും ശക്തമായി തിരിച്ചടി നൽകാൻ തന്നെയാണ് രാജ്യത്തിന്റെ തീരുമാനം. ഇതിന് ഇന്ത്യൻ സൈന്യത്തിന് പൂർണ്ണ അധികാരവും കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട്. ഇന്ത്യയുടെ സൈനിക സാഹസികതയ്ക്ക് വേഗത്തിൽ മറുപടി നൽകുമെന്ന് പാകിസ്ഥാൻ ആർമി ചീഫ് ജനറൽ അസീം മുനീർ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. കൃത്യമായി നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിനെ സൈനിക സാഹസികത എന്ന് പാകിസ്ഥാന് പോലും വിശേഷിപ്പിക്കേണ്ടി വന്നു എന്നതാണ് വസ്തുത. രാജ്യത്ത് 27 വിമാനങ്ങൾ അടച്ചിടാൻ നിർദ്ദേശിച്ച കേന്ദ്ര വ്യോമയാന മന്ത്രാലയവും നടപടികളെടുക്കുന്നുണ്ട്. മുൻകരുതൽ ഭാഗമായാണിത്. ഗുജറാത്ത്, മധ്യപ്രദേശ്, രാജസ്ഥാൻ, പഞ്ചാബ്, ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിലെ 27 വിമാനങ്ങളാണ് അടച്ചിടുക. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ സംഭവിച്ച തിരിച്ചടികൾക്ക് പാകിസ്ഥാനെ തിരിച്ചടിക്കാതിരിക്കാൻ സാധിക്കില്ലെന്നും പാകിസ്ഥാൻ സൈന്യത്തിന് വലിയ സമ്മർദ്ദമുണ്ടെന്നുമാണ് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ പാകിസ്ഥാന്റെ കൈവശമുള്ളത് ഇന്ത്യയുമായി ഏറ്റുമുട്ടി നിൽക്കാൻ കഴിയുന്ന ആയുധങ്ങളല്ല. അതിലൊന്ന് F-16 യുദ്ധവിമാനമാണ്. ഇത് ഉപയോഗിക്കുന്നതിന് അമേരിക്ക പാകിസ്ഥാന് കർശനമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഇന്ത്യക്കെതിരായ ആക്രമണത്തിൽ പാകിസ്ഥാന് F-16 വിമാനങ്ങളോ അവയുടെ യുദ്ധോപകരണങ്ങളോ ഉപയോഗിക്കാൻ സാധിക്കില്ലെന്ന കരാർ അമേരിക്ക പാകിസ്ഥാന് മുന്നിൽ വെച്ചിട്ടുണ്ട്. പാകിസ്ഥാന്റെ കൈവശമുള്ള F-16-ൽ 75 എണ്ണം അറ്റകുറ്റപ്പണികളിലാണെന്നുമാണ് റിപ്പോർട്ട്. അതിനാൽ തന്നെ നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യക്കെതിരെ പാകിസ്ഥാന് F-16 ഉപയോഗിക്കാൻ സാധിക്കില്ല. മറ്റൊന്ന് JF-17 ആണ്. പാകിസ്ഥാനും ചൈനയും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത യുദ്ധവിമാനമാണ് JF-17. കഴിഞ്ഞ ദിവസം ചൈന നൽകിയ JF-17 ഒരു വിമാനം ഇന്ത്യ വെടിവെച്ചിട്ടിരുന്നു. ഇതുപയോഗിച്ചാകും പാകിസ്ഥാൻ ആക്രമണം നടത്താൻ പോകുന്നതും. ചെലവ് വളരെ കുറവാണ്. ഇവയ്ക്ക് പാകിസ്ഥാന്റെ പോർമുഖങ്ങൾ ഇവിടെ തീരുകയാണ്. എന്നാൽ പാകിസ്ഥാന്റെ സൈന്യം ഭയക്കുന്ന ആയുധങ്ങളുടെ ശേഖരമാണ് ഇന്ത്യയിലുള്ളത്.